ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതെങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ഞണ്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ചെറിയ ഞണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ വലിയ കാലുകൾ 2 നമ്മൾ എടുക്കുന്നുണ്ട്. ഈ 2 വലിയ കാലെടുക്കാം. ബാക്കിയുള്ള ചെറിയ കാലുകളെല്ലാം നമുക്ക് ഇതുപോലെ കളയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ വലിക്കുമ്പോൾ നമ്മുടെ ഈ കട്ടിയുള്ള ഭാഗം ഇതുപോലെ പറഞ്ഞു വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഇറച്ചിയുള്ള ഭാഗം മാത്രമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ അഴുക്കെല്ലാം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഒരു പൂ പോലുള്ള ഭാഗമുണ്ട്, അതും നമുക്കിതുപോലെ എടുത്ത് കളയാം. അപ്പോൾ ഞാൻ ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടാപ്പിൻ്റെ അടിയിൽ ഇതൊന്നിങ്ങനെ കാണിച്ച് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഞണ്ട് ക്ലീൻ ചെയ്യാൻ ഇത്രയും പണിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഞണ്ട് നമ്മളിതുപോലെ നന്നാക്കി എടുക്കാം. നമുക്കിനി ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. നല്ല അഴുക്കുള്ളൊരു ഞണ്ട് കൂടി എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ വലിച്ച് ഇതിൻ്റെ അകത്ത് ഒരുപാട് അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ വിരലുകൊണ്ട് പതിയെ ഇതുപോലെ കളഞ്ഞു കൊടുക്കാം. ഇനി ആ പൂ പോലുള്ള ഭാഗം കളഞ്ഞ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ടെല്ലാം ഞാൻ നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അല്പം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോളയും ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോളയും ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരും വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവ് ഒരുപാട് വേണമെന്നുള്ളവരാണെങ്കിൽ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാനുള്ളതാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ആണെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റി വേവിച്ചെടുക്കണം. അപ്പോൾ സോസ് ചേർത്ത് ഞാനിവിടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷാക്കി വെച്ചിരിക്കുന്ന ഞണ്ടിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞണ്ടിൻ്റെ പീസ് കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ എല്ലാ ഭാഗത്തും മസാലയാവാൻ പാകത്തിന് തേച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് തിളച്ച വെള്ളം കൂടി ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി മാറ്റി വയ്ക്കാം. ഒരു 3-4-5 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് തുറന്ന് വെച്ച് ഈ വെള്ളം മുഴുവനും പറ്റി വരുന്നത് വരെ നമുക്കിതുപോലെ ഇളക്കി കൊടുത്ത് വരട്ടിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം എന്നുള്ളവർ നന്നായിട്ട് ഡ്രൈ ആയി ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ ഈ പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഞണ്ട് റോസ്റ്റോടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.